ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അവർണികയുടെ ഡാഡി ഗോവിന്ദനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിനൊന്നും നമ്മുടെ ഗോവിന്ദൻ എസ് പറഞ്ഞില്ല. അപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിട്ടു അത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വഴി നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർണിക ചോദിച്ചു എന്താണ് ഗോവിന്ദ് സാറ് പറഞ്ഞതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്ന് ഡാഡി മകളോട് പറയുമ്പോൾ അങ്ങനെ ഇതും പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറി പോകാൻ പറ്റുമോ ഡാഡി? വരാൻ പോകുന്ന ഭവിഷ്യത്ത് അത് എത്രത്തോളം ആണെന്ന് ഡാഡിക്ക് അറിയാവുന്നതല്ലേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഗീതാഞ്ജലിയെ വിളിക്കാം. അവൾ പറഞ്ഞാലേ ഗോവിന്ദ് സാർ എന്തായാലും അനുസരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ അവരുടെ ഇങ്ങനെ സംസാരിക്കാം. പക്ഷേ ഗീത് പറയേയില്ല. അതുപോലെ തന്നെ പറഞ്ഞാൽ സമ്മതിക്കാനും പോണില്ല. ആ ഒരു കാര്യം ഇവർക്കറിയില്ലല്ലോ. ആ ഒരു സംഭവം അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ഇവിടെ ഗോവിന്ദനോട് ചോദിച്ചു എന്താണ് അവരുടെ ബിസിനസ്സിന് പറ്റിയത് എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കുക. എന്താ അവരുടെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോഴേക്കും ചാടി എഴുന്നേറ്റ് ആദ്യം നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുക, എന്നിട്ട് നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ നോക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രഘുരാമങ്കിള് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് ചോദിച്ചു പോയതാട്ടോ. നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഭാരിച്ച കാര്യങ്ങളിലൊന്നും തലയിടാൻ വരണ്ട കേട്ടോ എന്നും പറഞ്ഞു ഗോവിന്ദൻ ഗീതുവിനോട് രണ്ടൊച്ച. ഈ കുടുംബത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാതെയും അത് അമ്മയോട് മസിൽ പിടിക്കാതെയും നിന്റെ ലക്ഷ്യം നിറവേറാനായിട്ട് ജീവിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളെന്ന് പറഞ്ഞു. അത് രാധികാമ്മയോട് ഓടിക്കാനായിരിക്കും. ഇവിടെ ജീവിക്കാനുള്ള സുരക്ഷിതത്വം എനിക്ക് വേണം എന്ന് ഗീതു പറയുമ്പോൾ ഗീതു നിസാരമായ കുടുംബ വഴക്കുകളിൽ പെട്ടു പോകേണ്ട ചില കാര്യങ്ങൾ നീ വലുതാക്കി എടുക്കരുതെന്ന് പറഞ്ഞു. നിന്റെ ജോലിയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ റിയാലിറ്റി ഷോ നീ ആ ക്യാഷ് ഉപയോഗിച്ച് പഠിക്കാൻ നോക്കാൻ പറഞ്ഞപ്പോൾ റിയാലിറ്റി ഷോയിൽ കിട്ടിയ ക്യാഷ് കൊണ്ട് എനിക്ക് IAS എടുക്കട്ടാന്ന് പറഞ്ഞു. അത് നിനക്ക് അവകാശപ്പെട്ട പൈസയല്ലേ, അത് ഞാൻ നിനക്ക് തന്നതുമാണ്. അതിൻ്റെ ആവശ്യം ഇപ്പം തൽക്കാലം എനിക്കില്ല. ഓൺലൈൻ ഫുഡ് ഡെലിവറി നടത്തി ജീവിച്ചവളാണ് ഞാൻ. പഠിക്കാൻ വേണ്ടി ആ ജോലി തുടർന്ന് ചെയ്യാനും എനിക്ക് ഒരു മടിയില്ല. അപ്പം അതാണ് AGM ഗ്രൂപ്പ് ചെയർമാൻ്റെ ഭാര്യ ഫുഡ് ഡെലിവറിക്ക് പോകുന്നു. അസലായിരിക്കുന്നു. ഏതായാലും നീ എന്നെ നാണം കെടുത്താൻ കൂടിയതാണല്ലേ എന്ന് ചോദിച്ചപ്പം എനിക്കിപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. ഈ ഒരു കമ്പനിയുടെ വൈസ് ചെയർമാനായി തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഗോവിന്ദൻ ഞെട്ടി. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഞാൻ ആ ജോലി ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഇനി നീ AGMലേക്ക് വരണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദൻ. വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. എന്നെ ആരും പുറത്താക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഞാൻ പോകും, കമ്പനിയുടെ എല്ലാ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നിനക്കെൻ്റെ അമ്മ ഇഷ്ടമല്ല, അമ്മ തരുന്ന ഔദാര്യം സ്വീകരിക്കാൻ ഇഷ്ടമാണല്ലേ? ഔദാര്യമൊന്നുമല്ല, എൻ്റെ അവകാശമാണ്. കമ്പനിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം നീ രാജിവെച്ചേ പറ്റൂ. ഇല്ല, ഇപ്പം അതിനുള്ള കാരണം പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ അതിന് തീരുമാനിച്ചിട്ടില്ല. പിന്നെ വരുണേട്ടൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പുറത്തു വന്നാൽ അത് എൻ്റെ പിടിപ്പേകേട് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് എനിക്ക് അവർ ആ സ്ഥാനം തന്നത്. അതിൻ്റെ അർത്ഥവും അതിൻ്റെ കാര്യങ്ങളും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും ഗീതു അന്നേരം ഇവിടെ നിന്ന് ഗോവിന്ദനോട് പറഞ്ഞു. നിൻ്റെ ദുഷിച്ച മനസ്സുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഗോവിന്ദന് നേരം ഗീതുവിനോട്. ആരുടെയൊക്കെ ഭാഗത്ത് എത്രയൊക്കെ നന്മയുണ്ടായാലും അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും നിനക്കില്ലെന്നും പറഞ്ഞ് ഗീതുവിനെ കളിയാക്കുക. അതറിയണമെങ്കിലേ മനുഷ്യത്വം വേണമെന്നും പറഞ്ഞു. മറ്റുള്ളവരുടെ സ്നേഹവും സത്യസന്ധതയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണമെന്നും പറഞ്ഞു. അതൊന്നും നിന്നെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. സ്വന്തം സുഖവും സന്തോഷവും മാത്രം ആഗ്രഹിക്കുന്ന മനസ്സ് കൊല്ലാക്കി വെച്ചിരിക്കുന്ന പെണ്ണാണ് നീ എന്നും പറഞ്ഞു ദേഷ്യപ്പെട്ടപ്പോഴേക്കും ഗോവിന്ദൻ ഇങ്ങനെ ആ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ഗീതുവിനെ ഉപദ്രവിക്കാനെന്നുള്ള രീതിയിൽ ചെന്നു. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഗീതുവിൻ്റെ ആ നോട്ടത്തിൻ്റെ ശക്തി കൊണ്ട് ഗോവിന്ദൻ വെച്ച കൈ തിരിച്ചെടുത്തുകൊണ്ട് തിരിച്ചുപോയി. അങ്ങനെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗീതു ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തോടെ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതു ഇങ്ങനെ അവിടെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഗീതുവിൻ്റെ മനസ്സിനാണെങ്കിലോ ആകെ ടെൻഷനും കാര്യങ്ങളും ഇനി എന്ത് ചെയ്യും എന്നോർത്തിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതുവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ നമ്മുടെ പ്രിയ കൊടുത്ത പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുക്കിരി വല തൂക്കുന്നു, അടിക്കുന്നു, വാരുന്നു, തുടയ്ക്കുന്നു. ഇനി ചെയ്യാനായിട്ടൊന്നുമില്ല, എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഗീതു ഫോൺ കട്ട് ചെയ്ത് വിടുക ചേട്ടാന്ന് പറഞ്ഞപ്പം അവൾ തിരിച്ചു വന്നിട്ട് ഇവിടേക്കൊന്ന് വിളിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ലല്ലോ. നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് അവൾ അറിഞ്ഞു കാണത്തില്ലെന്നേ, അതായിരിക്കും. അതൊന്ന് പറയാമെന്ന് കരുതിയാൽ ഞാൻ ഈ വിളി മുഴുവൻ വിളിക്കുന്നത്.
എൻ്റെ പൊന്നെ, നമ്മളെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിച്ചോളാം ഗീതുവായിരിക്കും പ്രിയോട് പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് തന്ന പണിയാടി, നമ്മൾ ഈ ചെയ്യുന്ന പണി, അത് നിനക്ക് മനസ്സിലായില്ലേ എടീന്നും ചോദിച്ചുകൊണ്ട് ഭദ്രൻ ഭാര്യയ്ക്ക് അത് തിരുത്തി കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ പരാതികളെല്ലാം പറഞ്ഞ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ഗീതു ഒരിക്കലും ഇങ്ങനത്തെ കുബുദ്ധികളൊന്നും പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ ഈ വീട് റെഡിയാക്കി വൃത്തിയാക്കി ഇട്ടില്ലെങ്കിലേ അവിടെ പടിക്കൽ തന്നെ നിൽക്കണമെന്ന് അവൾ കൊടുത്ത ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കുമോ ഭദ്രേട്ട ഇനിയിപ്പോൾ ഇവർ നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ആ ശരിയാ, അല്ലെങ്കിൽ അവൾ അറയ്ക്കൽ തറവാട്ടിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ അറയ്ക്കൽ തറവാട്ടിൽ തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ അങ്ങനെ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം പറഞ്ഞു. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. കഴിഞ്ഞോടിക്കുമ്പോൾ ചുറ്റിനും ജോലിക്കാർ, എവിടെയെങ്കിലും പോകണമെങ്കിൽ മുന്തിയ കാറ്. ഓരോ ദിവസവും രാവിലെയും ഉച്ച കഴിഞ്ഞും എനിക്ക് പട്ടുസാരി, എന്തൊക്കെ മോഹങ്ങളായിരുന്നെന്നറിയാവോ? സ്വർണ്ണ ചെരുപ്പ്, ഡയമണ്ട് ആഭരണം, വലിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം, എല്ലാം വെറുതെ ആയല്ലോ ദൈവമേ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അവരുടെ ആ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭദ്രനെ സോപ്പിട്ട് ഭദ്രനെ കൊണ്ടുള്ള പണിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വിലാസിനി അവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടുള്ള പരിശ്രമത്തിലും കാര്യങ്ങളിലും അങ്ങനെ പണിയെടുത്ത് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ എണ്ണിപ്പറക്കി പരാതിയും അയ്യോഭാവവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുവാണേ. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഗോവിന്ദേട്ടൻ വന്നു. അപ്പോൾ വന്നതിന് ശേഷം ഇതുവരെ കുഞ്ഞിനെ എനിക്ക് തനിച്ചൊന്നും കൈ കിട്ടിയില്ല, വിശേഷങ്ങൾ അറിയാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ക്ഷീണം കാരണം എൻ്റെ കുഞ്ഞാകെ തളർന്നു പോയല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ അരികിൽ വന്ന് നോക്കിയപ്പോൾ കണ്ടു. പിന്നെ ശല്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ. പക്ഷേ ഗീതുമോൾ അവിടെ എന്തൊക്കെയോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മോൾക്ക് യാത്രാക്ഷീണമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞപ്പോൾ, തോന്നിയതല്ല, അവിടെ അമ്മ എന്താ കള്ളത്തരം ചെയ്യുന്നതെന്ന് നോക്കി നടക്കുക അവളെന്ന് പറഞ്ഞപ്പോൾ, ഗീതുമോള് പറയുന്നതൊന്ന് മുഴുവനായിട്ട് തള്ളിക്കളയണ്ട മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ, പിന്നെ എന്താ അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗീതു നിൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ, കാലത്തിന് മായ്ക്കാൻ പറ്റാത്തതായ മുറിവുകളൊന്നും ഇല്ലല്ലോ മോനെന്ന് പറഞ്ഞപ്പോൾ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവളെ വിശ്വസിക്കില്ല അയ്യപ്പേട്ട, അവളെ സ്വീകരിക്കില്ല. അതുമാത്രം അയ്യപ്പേട്ടൻ എന്നോട് പറയുകയും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ ഈ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുക. അപ്പം ഗീതു അമ്മയെപ്പറ്റി എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു കാര്യം അത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. മുമ്പ് ഞാൻ അവളെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഒരു സ്വപ്നം കണ്ടതാണെന്ന് അയ്യപ്പേട്ട കരുതിയാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഗീതു ഇനി ഉണ്ടാവില്ല എന്നും അങ്ങനെ പറഞ്ഞു. അയ്യോ മോനെ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഗോവിന്ദ, നിൻ്റെ ഭാര്യയാണ് അവൾ. അല്ല, അവൾ എൻ്റെ ആരുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ആരുമല്ലാത്ത, അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ഒരു പെണ്ണ് മാത്രമാണ്. വലിയൊരു സ്ട്രേഞ്ചറാണ് അവളെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചപ്പം, അതെ അയ്യപ്പേട്ട, അവൾക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ സഹായിക്കുന്നു, അല്ലാതെ അവൾ പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ വെറും ഒരു സ്പോൺസർ മാത്രമായിരിക്കും അവൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇങ്ങനെ കുഞ്ഞ് പറയുന്നൊന്നും ഞാൻ സമ്മതിച്ച് തരില്ല എന്ന് പറഞ്ഞു. അന്നേരത്തേക്കും അയ്യപ്പേട്ടൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇത് തന്നെയാണ് ഞാനും അവളും തമ്മിലുള്ള ബന്ധമെന്നും പറഞ്ഞു. ഗോവിന്ദൻ ഇങ്ങനെ തർപ്പിച്ച് പറയാം. ഗീതുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ഗോവിന്ദൻ മുതലാളിയുടെ ആത്മാവാണെന്നും അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നത്? അവളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയാൽ പോരായിരുന്നു? അതൊക്കെ ഞാനൊന്ന് ആലോചിച്ചതാ. പക്ഷേ അവൾ സ്വന്തം ജീവിതം കളഞ്ഞ് പ്രിയയ്ക്കൊരു ജീവിതം ഒരുക്കി കൊടുത്തവളാ. അപ്പോൾ ഞാൻ കാരണമാണ് കിഷോറിനെ അവൾക്ക് നഷ്ടപ്പെടുന്ന ചിന്ത അവൾക്കുണ്ടെന്ന് പറഞ്ഞപ്പം, അതൊരിക്കലും ഇല്ല മോനെ. ഗീതുമോളെ അവൻ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ അതൊരു വലിയ ദുരന്തം ആയേനെ. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ അവന് മറ്റൊരു ഇതിലേക്ക് പോകാൻ കാരണം ഗീതു ഇല്ലായ്മയാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങനെയൊന്നും അവൻ ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? ഗീതുവിനെ ഭാര്യയാക്കാതെ ഗീതുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുന്നതെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഗോവിന്ദ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വീട്ടുമുറ്റത്തേക്ക് 2-3 വണ്ടി വന്നു. ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇറങ്ങുക. വേറെ ആരുമല്ല, വിനോദും അതുപോലെ കമ്പനിയിലുള്ളവരും ഒക്കെയാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ അവരെല്ലാവരും വന്നു. സുവർണയുണ്ട്, എല്ലാവരും ഉണ്ട്, അജാസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പനി കാര്യങ്ങൾ ഓഫീസിലെ
പ്രശ്നങ്ങൾ ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിച്ച് വരുത്തിയെന്ന് അയ്യപ്പേട്ടനോട് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഗോവിന്ദൻ കുഞ്ഞ് പോകുന്നത് നോക്കി നമ്മുടെ അയ്യപ്പേട്ടൻ അവിടെ നിൽക്കുക. ആ ചെറ്റ കിഷോറിന് വേണ്ടി സകലം നശിപ്പിച്ചിരിക്കുന്നു. ഗോവിന്ദൻ കുഞ്ഞിനെ പോലെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ എന്നിട്ട് അവിടെ നിന്നിങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് നേരെ ഗണപതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് ഗണപതി കുഞ്ഞിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ ഗോവിന്ദൻ കുഞ്ഞിനെയും ഗീതുമോളെയും ഒന്നിപ്പിക്കണം, എനിക്കതേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗീതു അവിടെ ഇങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് വായിക്കോട്ടയൊക്കെ വിട്ടുകൊണ്ടൊക്കെ അങ്ങനെ ഒരു ഇതിലൊക്കെ ഇരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രിയ വന്നു. ചേച്ചി ഇവിടെ വന്നിരിക്കുകയായിരുന്നു. റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ക്ഷീണം കാരണം ഉറങ്ങുമായിരുന്നു. ശല്യപ്പെടുത്തേണ്ടതെന്ന് കരുതിയാണ് ഞാൻ പോയതെന്ന് പറഞ്ഞപ്പോൾ ക്ഷീണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഗീതു. പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ല എന്നും പറഞ്ഞു. ജാഗ്രതയോടെ ഉണർന്നിരിക്കേണ്ട സമയമായിപ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രിയ ചോദിച്ചു, എന്താ പറ്റിയേ? ഈ IAS കോച്ചിങ്ങിന് അത്രയ്ക്ക് പഠിക്കാറുണ്ടോ? പിന്നെ ശരീരം നോക്കിക്കോളണേ, ഉറക്കം വിളക്കല്ലേ എന്നൊക്കെ പ്രിയ പറയുമ്പോൾ പ്രിയയുടെ കയ്യിലിങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഗീതു അരികിലേക്ക് ചേർത്തിരുത്തി. എൻ്റെ ആരോഗ്യത്തേക്കാൾ പ്രധാനം ഇപ്പോൾ നിൻ്റെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് ചേച്ചി. ആകെയുള്ളൊരു സങ്കടം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന വഴക്കായിരുന്നു. ഇപ്പോഴത്തെ മെയിൻ സന്തോഷം നിങ്ങൾ തമ്മിൽ ഒന്നിച്ചതാണെന്നും പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് രേഖ വന്നു. ഗീതു, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഗീതുവിനൊന്നും അറിയുന്നില്ല. ഗീതു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്താ രേഖിച്ച് അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചു. അവിടെ വിനോദിനെ, അജാസിനെ, അവരെ എല്ലാവരെയും സുവർണയൊക്കെ ഗോവിന്ദേട്ടൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ വിചാരണ ചെയ്യാൻ കിട്ടിയ ഒരു അവസരം അത് പാഴാക്കാതെ അത് നടപ്പിലാക്കാനാണ് ആ വിളി വന്നിരിക്കുന്നതെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഒഫീഷ്യൽ മീറ്റിംഗ് ആണെന്നാ അമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മുന്നിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞ് പിച്ച് കീറാനായിട്ട് നിൽക്കുന്നയാളും ഈ പറഞ്ഞ രാധികാമ തന്നെയാണല്ലോ എന്ന് ഗീതു പറഞ്ഞു. ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണോ എന്ന് പ്രിയ അന്നേരം ചോദിച്ചു. പ്രശ്നമില്ലെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ. നിൻ്റെ പേരിൽ ഞാൻ അവിടെ ഗവൺമെൻറ് പ്രൊജക്റ്റിന് പുതിയ പ്രപ്പോസൽ കൊടുത്തിരുന്നില്ലേ? ആ പ്രപ്പോസൽ നമുക്ക് തന്നെ കിട്ടിയില്ലേ? പിന്നെന്താ കുഴപ്പം? അതിപ്പോൾ എനിക്ക് എതിരെ പ്രയോഗിക്കാനുള്ള അവരുടെ ആയുധമാണ്. അത് അവർ മാക്സിമം ഉപയോഗപ്പെടുത്തുകയാണെന്നും ഇതെന്ത് വേണമെങ്കിലും ഞാൻ അതിനെ നേരിട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ എല്ലാവരോട് സംസാരിക്കാനായിട്ട് പോകണം. അപ്പോൾ പ്രിയ അങ്ങ് പോകാൻ നോക്കിയപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇതെല്ലാം ഗീതു തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു രേഖ പ്രിയയോട്. അപ്പോൾ ഗീതു ചേച്ചി കാരണം ഈ കമ്പനിക്ക് ഒരു നഷ്ടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി ഞാനാണെന്നും പറഞ്ഞു പ്രിയ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അതായത് രേഖയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേഖയ്ക്കും ആകെ ഒരു ഇതുപോലെ, ദൈവമേ ഇനി എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുന്നു, പ്രിയ പിന്നാലെ ചെല്ലുന്നു. ചെന്നപ്പോൾ ഗീതുവിനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞതെന്ന് ഗോവിന്ദൻ. അപ്പോഴേക്കും പ്രിയ വന്നു. പിന്നെ ഒന്നും പറഞ്ഞില്ല. അഴീക്കൽ ഗവൺമെൻറ് പ്രോജക്റ്റിന് കമ്പനിക്കുണ്ടായി നഷ്ടം എത്രയാണെന്ന് 31 കോടിയാണെന്ന് അറിയാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന് വലിയ ആൾ കളിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിനോട് കൂടെ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഇത്രയും വലിയൊരു തുകയുടെ നഷ്ടം വന്നു എന്നുള്ളത് ശരി, പക്ഷേ അതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗീതു. അപ്പോഴേക്കും അജാസിനോട് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഈ രേഖയും വന്ന് നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരി അത് പറയുക. അപ്പോഴേക്കും അജാസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കണക്കും കാര്യങ്ങളും അവർക്ക് വന്ന നഷ്ടവും ലാഭവും ഇതെല്ലാം പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഉണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ആ പ്രൊജക്റ്റിൽ നമ്മൾ കൊടുത്ത പ്രൊജക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മറ്റ് പ്രൊജക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേരിൽ കമ്പനിക്ക് ഇത്രയും നഷ്ടം വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവർണയും ഇതെല്ലാം തട്ടി അങ്ങ് വിടുക. ഗീതു ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ 135 കോടി രൂപയ്ക്ക് നമുക്ക് കിട്ടാമായിരുന്ന ആ പ്രൊജക്റ്റ് വെറും 4 കോടി രൂപയ്ക്ക് നമുക്ക് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥയാണെന്നും പറഞ്ഞുകൊണ്ട് അജാസ് അതിനെപ്പറ്റി പറയുന്നു. ഗീതു പറഞ്ഞ 101 കോടിയുടെ പ്രപ്പോസൽ ഇപ്പോൾ എവിടെ പോയെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, 1 കോടി മറിച്ച് 104 കോടി രൂപയ്ക്ക് ഇതെല്ലാം റെഡിയാക്കിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദൻ. അങ്ങനെ കുറേ കോടികളുടെ കണക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഗീതുവിനെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിയപ്പോഴേക്കും നമ്മുടെ പ്രിയ കയറി പറഞ്ഞു 105 കോടി രൂപയ്ക്ക് മറ്റൊരു കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഗീതു ചേച്ചിയോട് പറഞ്ഞത് ഞാനാണ്. പിന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഗീതു ചേച്ചി ശ്രമിച്ചതെന്നുള്ള കാര്യം പ്രിയ അന്നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ പ്രിയെ കള്ളം പറഞ്ഞ് നീ ചേച്ചിയെ രക്ഷിക്കരുതെന്ന് വിനോദ് അവിടെ ഇരുന്ന് പറഞ്ഞു. അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും 135 കോടി രൂപയ്ക്ക് ഈസിയായി കിട്ടിയിരുന്ന ആ ഒരു വർക്കാണ് 31 കോടി രൂപ നഷ്ടത്തിന് നമുക്ക് കൈവിട്ട് പോയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. വിനോദ് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ ഇറക്കി. അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന ഉള്ളുകളികൾ കുറച്ചൊക്കെ ഗീതു അങ്ങ് പറഞ്ഞു. ഇത് നിൻ്റെ വീഴ്ചയാണെന്ന് സമ്മതിക്കുന്നതായിരിക്കും നല്ലത് ഗീതു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രാധിക പറഞ്ഞപ്പോൾ എൻ്റെ പരിചയക്കുറവ് കൊണ്ടാണല്ലോ, പിന്നെ അത്രയും കുറഞ്ഞ ആ ഒരു തുകയ്ക്ക് ഞാൻ ആ കൊട്ടേഷൻ കൊടുത്തത് കൊണ്ടാണല്ലോ
സർക്കാർ അതിന് എനിക്കുള്ള കമ്മീഷൻ എനിക്ക് തന്നത്? അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ഗീതു ചോദിച്ചപ്പം മിണ്ടാട്ടമില്ല രാധികയ്ക്ക്, ഒന്നും മിണ്ടാനില്ല. അങ്ങനെ ഗീതുവിനെ വല്ല കള്ളിയാക്കാൻ നോക്കിയതാണ്. പക്ഷെ പണി പാലുമള്ളത്തിൽ കൊടുത്തു ഗീതു. ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചപ്പം, അതെ AGM ഒരു കാര്യം നടത്തിയെടുക്കാൻ കമ്മീഷൻ കൊടുക്കണമെന്ന് സർക്കാരിന് പോലും അറിയാം. ഗീതു, നീ നമ്മുടെ സ്ഥാപനത്തെ കളിയാക്കരുതെന്ന് പറഞ്ഞപ്പം കണ്ണേട്ടൻ്റെ മൊബൈലിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. കണ്ണേട്ടനോ? അതെന്തൊരു കണ്ണേട്ടൻ? വിളിച്ചത് എന്തെങ്കിലും ആവട്ടെ, മെസ്സേജ് ആദ്യം നോക്കാൻ പറഞ്ഞു ഗീതു. ഗോവിന്ദൻ ആ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ ഗീതു പറഞ്ഞത് കറക്റ്റാ. അപ്പോൾ 5 കോടി രൂപയ്ക്ക് ഗീതുവിന് കമ്മീഷൻ സഹിതം ഇങ്ങ് കിട്ടിയിരിക്കുക. അപ്പോൾ പിന്നെ അതെന്താ പറന്നു പോയെന്ന് ചോദിച്ചു വരുൺ. മുക്കാനും പറത്താനും അറിയാവുന്ന ചില മജീഷ്യൻസൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവരത് ചെയ്തു കാണുമെന്ന് ഗീതു. അപ്പോഴേക്കും എല്ലാം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, മിണ്ടാട്ടമില്ല. ഗീതു പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. തെളിവ് സഹിതം ഗോവിന്ദൻ്റെ കയ്യിലേക്ക് ഗീതു വെച്ചു കൊടുത്തതാ. അതിന് അവരെന്തിന് ആ പ്രപ്പോസൽ പിൻവലിച്ചു കൊടുക്കണം? കിട്ടിയില്ലെങ്കിൽ ജയിലിൽ കിടന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുതിയ ഡയലോഗുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കണക്കെല്ലാം ഇങ്ങനെ കൂട്ടിയും കുഴച്ചും ഗുണിച്ചും ഹരിച്ചും ഒക്കെ പറയാം. ഗോവിന്ദനൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഗീതു കൊടുത്ത കാര്യം ഗോവിന്ദന് മനസ്സിലായി. ഗോവിന്ദൻ എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കമ്പനി കാര്യങ്ങൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. പിന്നെ വരുൺ അപ്പോഴത്തേക്കും ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് പോയി. അതായത് ഈ വന്നിരിക്കുന്ന പ്രപ്പോസൽ അത് കൊടുത്തിരിക്കുന്നത് ഗീതുവാണ്. ഗീതുവിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കാൻ പോകുന്ന ഈ പ്രൊജക്റ്റിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് വരുൺ തുള്ളിച്ചാടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. അപ്പോഴേക്കും വരുൺ എന്നും പറഞ്ഞു വിളിച്ചപ്പം, ദേ എന്നെ വിശ്വസിക്കണോ അമ്മേ, ഞാനായിട്ട് കമ്പനിക്ക് ഒരു നഷ്ടവും ഉണ്ടാക്കില്ല എന്ന് നമ്മുടെ ഗീതു ഗോവിന്ദന് മുന്നിൽ അഭിനയിച്ച് തകർക്കുക. ദേ AGM ഗ്രൂപ്പിനെ തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹനിധിയായ മകളായിട്ട് നിന്നങ്ങ് അഭിനയിച്ചങ്ങ് തകർത്തു. അതും പറഞ്ഞ് നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ വിശ്വാസം പിടിച്ചെടുക്കുക. അപ്പോൾ എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ചർച്ച തുടരാം. നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്താണോ അതിൽ ഞാൻ സംതൃപ്തിയാണെന്നും പറഞ്ഞ് നമ്മുടെ ഗീതു അവിടെ നിന്ന് കയറിപ്പോയി. അത് ഞാൻ അനുസരിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഗീതു പറഞ്ഞതൊന്നും ഇവരും ആരും ഒട്ടും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല. ഗീതുവിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഗീതു മുഖത്ത് നോക്കി പറഞ്ഞതാ. അതൊക്കെ കേട്ട് ഗോവിന്ദനും ഗീതുവിൽ ഇങ്ങനെ ആ ഒരു വിശ്വാസം കണ്ടെത്തി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.